കസ്റ്റഡി മർദ്ദന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് ഡിജിപി. റേഞ്ച് ഐജിമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും വിശദീകരണം തേടും. പേരൂർക്കട മാലമോഷണ കേസിൽ പോലീസ് വാദം കള്ളമെന്ന് ക്രൈംബ്രാഞ്ച്. പോലീസ് പിടികൂടി മാനസികമായി പീഡിപ്പിച്ച ബിന്ദു നിരപരാധിയെന്നും ക്രൈംബ്രാഞ്ച്. ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയത്ത് പോലീസ് വീട് കുത്തിത്തുറന്നതായി പരാതി. പിന്തുണയുമായി രമേശ് ചെന്നിത്തല. ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നതെന്ന് ചെന്നിത്തല. വി.ഡി. സതീശനെതിരെ സൈബർ പോരാളികൾ. താനാണ് പാർട്ടിയെന്ന ഭാവം അവസാനിക്കുന്ന കാലം വിദൂരമല്ലെന്ന് മുന്നറിയിപ്പ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടന്റെയും പേരില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. ആരുടെ പേര് വേണമെങ്കിലും ഊഹിക്കാവുന്ന തിരക്കഥകളാണ് പലതും. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന, അല്ല എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഊഹിച്ച് ഒരാളുടെ ജീവിതം തുടങ്ങണം. സർക്കാർ പരിഗണിക്കുന്നതും നടപ്പാക്കുന്നതും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ. സർക്കാർ അറിയാതെ ഇനി സിനിമാ ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി Q18. സോഷ്യൽ മീഡിയ വിലക്ക് പിൻവലിച്ചിട്ടും പ്രക്ഷോഭം അടങ്ങുന്നില്ല. നേപ്പാളിൽ ആടിയുലഞ്ഞ ശർമ്മ ഒലി സർക്കാർ. പ്രധാനമന്ത്രി നാടുവിട്ടേക്കുമെന്ന് സൂചന. 4 മന്ത്രിമാർ രാജിവെച്ചു. വാർത്താവിനിമയ മന്ത്രിയുടെ വീടിന് തീയിട്ട് പ്രക്ഷോഭകർ. രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം. വിജയമുറപ്പിച്ച NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ. ക്രോസ് വോട്ടിൽ ആകാംക്ഷ. വോട്ടെടുപ്പ് തുടരുന്നു. ഓണക്കാലത്ത് റെക്കോർഡ് വരുമാനവുമായി KSRTC. തിങ്കളാഴ്ച ടിക്കറ്റ് വരുമാനം 10 കോടിയിലേറെ. മദ്യവിൽപ്പനയിലും റെക്കോർഡ്. 11 ദിവസത്തെ വരുമാനം 920 കോടി. ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. ആവേശപ്പെരുമയിൽ ആറന്മുള ഉത്രട്ടാതി ജലമേള. 80,000 കടന്ന് സ്വർണ്ണവില. പവന് 80,880 രൂപ. ഗ്രാമിന് 10,110. വിലക്കുതിപ്പിന് കാരണം ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വിലയിരുത്തൽ. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിരോധനം തുടരും. തൃശൂർ കളക്ടർ നാളെ ഓൺലൈനായി ഹാജരാകണമെന്ന് ഹൈക്കോടതി. പ്രശ്നപരിഹാരത്തിന് 15 ദിവസം കൂടി സാവകാശം തേടി ദേശീയപാത അതോറിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉന്നതതല യോഗം വിളിച്ച് DGP. വിവാദം സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. കുന്നംകുളം സ്റ്റേഷനിലടക്കം പുറത്തുവന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റേഞ്ച് ഐജിമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും വിശദീകരണം തേടും. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പുറമെ പീച്ചിയിൽ ഒരു ഹോട്ടൽ ഉടമയുടെ മകനും ഹോട്ടലിലെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും അതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് റേഞ്ച് ഐജിമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവാദ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടടക്കം വിശദീകരണം തേടുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പമാണ് ഈ വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ട് സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലേക്ക് ഈ വിവാദങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിക്കാനുള്ള തീരുമാനം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോഴാണ് യോഗം ചേരുക, ഏത് ദിവസമാണ് എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ഉന്നതതല യോഗം വിളിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി തന്നെ ഈ യോഗം ചേർന്നുകൊണ്ട് പോലീസിന്റെ പൊതുജനങ്ങളുമായുള്ള പെരുമാറ്റത്തിലടക്കം പാലിക്കേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യോഗം അടിയന്തരമായി സംസ്ഥാന പോലീസ് മേധാവി വിളിച്ചു ചേർക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസിൽ നിയന്ത്രണം നഷ്ടമായ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നതാണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തല. സ്വതന്ത്രമായി പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. ഇത് ഭരണപരാജയമാണെന്നും ചെന്നിത്തല വിമർശിച്ചു. കേരള പോലീസ് നരാധപന്മാരായി മാറുന്നത്, അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയത്. എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം. ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ്. ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും. വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുകയാണ്. പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ലഭിച്ചതിൽ 60 പരാതികളിൽ മാത്രമാണ് നടപടിയെടുക്കാനുള്ളതെന്ന് ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനൻ. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നിയമത്തിൽ ഭേദഗതി വരുത്തണം. ചെയർമാന് കൂടുതൽ അധികാരങ്ങൾ നൽകണം. അതോറിറ്റിക്ക് ലഭിക്കുന്ന പരാതികൾ കുറഞ്ഞുവരുന്നതായാണ് കണക്കുകൾ. എന്നാൽ ഇത് പരാതികൾ കുറയുന്നതിന്റെ തെളിവല്ലെന്നും ജസ്റ്റിസ് വി.കെ. മോഹനൻ പറഞ്ഞു. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയം പോലീസ് വീട് കുത്തിത്തുറന്നതായി പരാതി. ധനുവച്ചപുരം സ്വദേശി ബാബുരാജാണ് പരാതി നൽകിയത്. വീടിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് എടുത്തുകൊണ്ടുപോയെന്നും പരാതിയിൽ പറയും. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാബുരാജിന്റെ വീട്ടിൽ പോലീസ് അതിക്രമം നടത്തിയെന്നാണ് പരാതി. വീട്ടിൽ ആളില്ലാതിരുന്ന സമയം അടുക്കളവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ബാബുരാജിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ബാബുരാജ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 1-ാം തീയതി ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കവേ മദ്യപിച്ചെത്തിയയാൾ അസഭ്യം പറയുകയും ബൈക്കിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തു. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചന്ദ്രബാബുവിനെതിരെ കേസെടുത്തു. ഇയാളെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘമാണ് അതിക്രമം കാട്ടിയതായി പറയുന്നത്. ഞാൻ ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയുടെ അവിടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ നിൽക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയും എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നോക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം പഠിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. ചവിട്ടി തുറന്ന് എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുകയെല്ലാം ചെയ്യാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുക. പോലീസിനെതിരെ റൂറൽ എസ്.പിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ബാബുരാജ് പരാതി നൽകി. എന്നാൽ ധനുവച്ചപുരത്ത് നടന്ന അടിപിടി കേസിലെ 1-ാം പ്രതിയാണ് ചന്ദ്രബാബു എന്നും കേസിലെ ഒരു പ്രതി നിലവിൽ റിമാൻഡിലാണെന്നും ഇയാൾ വീട്ടിലുണ്ടെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ദളിത് യുവതിക്കെതിരെ പേരൂർക്കട പോലീസ് ചുമത്തിയ മാലമോഷണ കുറ്റം നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പോലീസുകാർക്ക് പുറമെ അന്നത്തെ പേരൂർക്കട SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. വി.ഡി. സതീശന്റെ വിമർശനത്തിന് പിന്നാലെ കോൺഗ്രസിൽ സൈബർ കലാപം. സതീശനെതിരെ തുറന്ന പോരുമായി ഷാഫി രാഹുൽ അനുകൂലികളാണ് രംഗത്തു വന്നത്. മുൻ UDF സർക്കാരിന്റെ കാലത്തെ സതീശന്റെ നീക്കങ്ങൾ അടക്കമാണ് ഇവർ ചർച്ചയാക്കുന്നത്. ഇതിനിടെ സതീശനെ ന്യായീകരിച്ചും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ സൈബർ ഗുണ്ടകളെ തിരിച്ചറിയണമെന്നുമുള്ള ആവശ്യവുമായി മറുവിഭാഗവും രംഗത്തുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തിന് സാധ്യത തെളിഞ്ഞു. DMCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചേരിതിരിഞ്ഞുള്ള സൈബർ ആക്രമണങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയിൽ ഉറച്ചു നിൽക്കുന്നതായും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വി.ഡി. സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് UDFന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇതിനെതിരെ വി.ഡി. പക്ഷം രംഗത്തെത്തിയതോടെയാണ് സ്ഥിതി കൂടുതൽ രൂക്ഷമായത്. DMCയെ പിരിച്ചുവിടണമെന്നും അതിൽ പൊതുസംഘടന നടത്തണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. രാഹുലിനെതിരെ വ്യക്തിപരമായി അടക്കം കൃത്യമായി നിലപാടെടുത്ത വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിൽ നിന്നടക്കം വന്നതിന് പിന്നിൽ 2 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ KPCC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DMCയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അത് അങ്ങനെയല്ലാത്ത പക്ഷം അത് വലിയ തരത്തിൽ പാർട്ടിയുടെ തുടർ പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പിനൊരുക്കുന്ന പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുമുള്ള ആശങ്കയാണ് മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ സൈബർ പോരാളികളിൽ പ്രമുഖനായ നിസാർ കുമ്പള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നത്. സ്വന്തമായി PR വർക്ക് നടത്തി
ഞാൻ മാത്രം മതി, എന്റെ മുഖം എന്റെ ഫൈം എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിന് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് നിസാർ കുമ്പളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനിടയിലും പ്രവർത്തകർക്കിടയിലും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിസാർ മറ്റ് രണ്ട് നേതാക്കൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത് എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ സജീവമായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ DMCയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി KPCCയുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഉൾപ്പെടുന്ന ഒരു സമിതി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി DMCയിൽ ഒരു പൊളിച്ചെഴുത്ത് വരണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പാളയത്തിൽ തന്നെ പടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യത്തിൽ മുതിർന്ന നേതാക്കൾ മുഴുവൻ ഉറച്ചു നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടന്റെയും പേര് പരാമർശിക്കുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെ വേണമെങ്കിലും ഊഹിക്കാവുന്ന തിരക്കഥകളാണ് പലതും. അങ്ങനെ ഊഹിച്ച് ആരുടെയും ജീവിതം തകർക്കാൻ കഴിയില്ല. സർക്കാർ പരിഗണിക്കുന്നതും നടപ്പാക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്താൻ ഇടത് സർക്കാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ഒരാളെയും രക്ഷപ്പെടാൻ നീക്കമുണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സങ്കീർണമായ നടപടിക്രമം കൊണ്ടാണ് സർക്കാരിന് ഇത്രയേറെ വർഷമെടുത്തതെന്നും മന്ത്രി Q18-ൽ പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ കുറെയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള മറുപടി, ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് വന്നിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണമെങ്കിലും ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. അപ്പം ഉള്ളടക്കത്തെക്കുറിച്ചല്ല, നിഗമനങ്ങളുടെ ഭാഗമായി, നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നത്. ആ കാര്യം വളരെ ശക്തമായി ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി. അതിന് 2-2.5-3 വർഷം എടുത്തു. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു ഒരു നടപടിക്രമം, ഞങ്ങൾ സങ്കീർണമായ ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്രയും ചർച്ചകളും അത്രയും തീരുമാനങ്ങളും നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ അന്തിമമായി കോൺക്ലേവിൽ എത്തുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് കോൺക്ലേവ് അന്തിമ തീരുമാനമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മുന്നോട്ട് വന്ന പരാതിക്കാരികൾ പലരും സമ്മർദ്ദം മൂലം പരാതി നൽകിയതാണെന്ന് മന്ത്രി സജി ചെറിയാൻ. മുന്നിൽ വയ്ക്കാൻ പലർക്കും ശരിയായ തെളിവുകൾ ഉണ്ടായില്ല. സർക്കാർ കൃത്യമായ സംരക്ഷണം ഉറപ്പുകൊടുത്തിട്ടും പരാതിക്കാരികൾ പിൻവാങ്ങിയത് തെളിവില്ലാത്തതുകൊണ്ടാണ്. പല കേസന്വേഷണങ്ങളും അവസാനിച്ചത് പരാതികൾ സത്യസന്ധമല്ലാതിരുന്നതുകൊണ്ടാണെന്നും ബാലചന്ദ്രമേനോനെതിരെയുള്ള പരാതിയടക്കം അങ്ങനെ കെട്ടിച്ചമച്ചതാണെന്നും മന്ത്രി Q18-ൽ തുറന്നടിച്ചു. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിലും അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത്
എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്ര മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി, ഒരു പേര് ദോഷം കേൾക്കാത്ത ആളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം. മലയാള സിനിമയിൽ പിടിമുറുക്കാൻ സംസ്ഥാന സർക്കാർ ഓഡിഷൻ മുതൽ ലൊക്കേഷൻ വരെ മലയാള സിനിമയിൽ മോണിറ്ററിംഗ് നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇടത് സർക്കാർ അറിയാതെ ഇനി സിനിമാ ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ലൊക്കേഷൻ ഓഡിഷൻ വിവരങ്ങൾ ഇനി മുതൽ സർക്കാരിനെ നിർബന്ധമായും അറിയിക്കണം. സ്ത്രീ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന സിനിമാ നയം 2 മാസത്തിനകം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി 2 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സിനിമാ നയം സംസ്ഥാനത്ത് വരുമാണെങ്കിൽ അത് ഇപ്പോഴുള്ള എന്തെല്ലാം പ്രവണതകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും? ഏറ്റവും പ്രധാന സുരക്ഷിതത്വം, സ്ത്രീ സുരക്ഷിതത്വം 100% ഉറപ്പുവരുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2-3 മാസം അത് സംവിധായകനാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യണം. ആ സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 100% സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, പ്രായമുള്ളവർക്കൊക്കെ സുരക്ഷിതമായി അഭിനയിക്കാനും തൊഴിൽ ചെയ്യാനും കഴിയുന്ന സംവിധാനം ഒരുക്കി പറ്റും. ഓഡിഷൻ സ്ഥലത്താണ് പലപ്പോഴും സെക്ഷൽ അബ്യൂസുകളൊക്കെ നടക്കുന്നതായിട്ട് പറയാറുള്ളത്. അത് ഈ ഷൂട്ടിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് ഈ ഓഡിഷൻ നടത്തുന്നത്, ഏത് ഹോട്ടലിലാണ് എന്ന് പലപ്പോഴും പറയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? ഒരു സിനിമ ആരെടുത്താലും ഗവൺമെൻറ് അറിയണം. അതുകൊണ്ട് സിനിമ എടുക്കുന്നതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ആണെന്ന് കരുതരുത്. ഞാനതാ പറഞ്ഞത്, കെട്ടും മട്ടുമില്ലാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വിധേയമായ സിനിമ എടുക്കാൻ പറ്റും. എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് ഓഡിഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, അതെല്ലാം അറിഞ്ഞേ പറ്റും. അതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തും. ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആക്കാൻ ചോദിച്ചത്, അത് ഓഡിഷൻ, സിനിമയുടെ ഓഡിഷനിലും സർക്കാർ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഒരു സിനിമ, ഇപ്പം ഞാനൊരു സിനിമ എഴുതാൻ തുടങ്ങുമ്പോൾ സിനിമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അത് റിലീസ് ചെയ്യുന്ന സമയം വരെയും അതിൻ്റെ മേൽ ഒരു കണ്ണ് ഗവൺമെൻറ് ഉണ്ടാകും എന്നത് 100% ഞാൻ പറയുന്നു. അങ്ങോട്ട് കണ്ണില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഏത് സമയത്ത് എന്ത് സംഭവിക്കാമല്ലോ. ഇപ്പോൾ തെറ്റായ ഒരു കാര്യം ഒരു കേന്ദ്രത്തിൽ നടക്കണമെന്ന് ഇപ്പോൾ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ മാത്രമല്ല, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് അംഗീകരിച്ചു, പക്ഷെ ഞങ്ങൾ പറയുന്നതിന് വിധേയമാകണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗതികേട് കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം നടപ്പാക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യത്തിന് വിധേയമായി പോകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന എത്രയോ സന്ദർഭങ്ങൾ ഇതിനിടയിൽ എപ്പോഴും ഉണ്ടാവില്ല. ഈ സന്ദർഭത്തിലൊക്കെ അവർക്ക് ആത്മവിശ്വാസവും ധൈര്യം കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല. നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തിൽ ആടിയുലഞ്ഞ KP ശർമ്മ ഒലി സർക്കാർ. 4 മന്ത്രിമാരുടെ രാജിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നാടുവിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് 6 മണിക്ക് സർവകക്ഷി യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം നടന്ന വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീടിന് പ്രക്ഷോഭകർ തീവെച്ചു. കാഠ്മണ്ഡുവിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നേപ്പാളിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ്. അഭിലാഷ്, അവിടെ പ്രതിഷേധം ആളിക്കത്തുകയാണല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നിലവിൽ 4 മന്ത്രിമാരാണ് KP ഒലി ശർമ്മ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതിൽ ഹോം മിനിസ്റ്റർ രമേശ് ലേഖാക്,
കൃഷിമന്ത്രി രാംനാഥ് അധികാരി, അതുപോലെ ആരോഗ്യമന്ത്രി പ്രദീപ് പൗഡേൽ, ജലവിഭവ വകുപ്പ് മന്ത്രി പ്രദീപ് യാദവ്, ഇങ്ങനെ 4 പേർ ഇതിനോടകം തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ദുബായിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. എല്ലാ പാർട്ടിക്കാരും ചേർന്നിട്ട് രാജ്യത്തെ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിനായി എല്ലാവരും സഹകരിക്കണമെന്നും അതുപോലെ തന്നെ പ്രക്ഷോഭകർ സംയമനം പാലിച്ച് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. പ്രക്ഷോഭകരുടെ ആവശ്യപ്രകാരം 26 സമൂഹ മാധ്യമങ്ങളെയും ബാൻ ചെയ്ത നടപടി താത്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവും വന്നിട്ടുണ്ട്. ട്വിറ്റർ, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളെല്ലാം നേപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രക്ഷോഭകർ ഒരു തരത്തിലും അടങ്ങുന്ന ലക്ഷണമില്ല. ഇന്നലെ മാത്രം 20 പേരാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത്. 20 യുവാക്കൾ കൊല്ലപ്പെട്ടു, 300ഓളം പേർക്ക് പരിക്കേറ്റു. ആ ഒരു സാഹചര്യത്തിൽ KP ഒലി ശർമ്മ സർക്കാർ രാജിവെക്കണം, ക്യാബിനറ്റ് പിരിച്ചുവിടണമെന്നുള്ള ആവശ്യമാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾ ആക്രമിച്ചു കയറി പ്രക്ഷോഭകർ തീവച്ചു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സർക്കാരിനുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി KP ഒലി ശർമ്മ സ്വകാര്യ വസതിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഗുരുതരമായ വാർത്തയോട് പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ നേപ്പാളിന്റെ എല്ലാ തരത്തിലുള്ള സമാധാനങ്ങളും നഷ്ടമായിരിക്കുന്നു. കാഠ്മണ്ഡു ആകെ സംഘർഷഭരിതമായിരിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ KP ഒലി ശർമ്മ നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. സംഘർഷം തുടരുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള സംഘർഷം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ KP ഒലി ശർമ്മ രാജിവെച്ച് പുറത്തു പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത്തരത്തിൽ വലിയ സൈന്യത്തിനും പോലും പ്രക്ഷോഭകരെ തടയാൻ കഴിയുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സൈനികർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പ്രക്ഷോഭകരിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഒരു 36കാരനായിട്ടുള്ള സുഡാൻ ഗുരുങ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്തി വരുന്നത്. അതൊരു ഹമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു NGO-യാണ്. ഈ NGO-യുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ ഒത്തുചേർക്കാനും ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം കാഠ്മണ്ഡുവിൽ നടത്താനും കഴിഞ്ഞത്. ആ പ്രക്ഷോഭകരാണ് ഇപ്പോൾ 20 പേർ കൊല്ലപ്പെട്ടതോടുകൂടി, സൈന്യത്തിന്റെ ഇടപെടൽ വന്നതോടുകൂടി ആ ഒരു സമരം ഒരു പ്രക്ഷോഭമായി മാറുകയും രാജ്യത്ത് വലിയ രീതിയിലുള്ള സമരവും അക്രമവും നടക്കുന്നത്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് KP ഒലി ശർമ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട്. അഴിമതി സർക്കാരിന് തുടരാൻ പാടില്ല. ഈ അഴിമതി പുറത്തു വരാതിരിക്കാനാണ് സമൂഹ മാധ്യമങ്ങൾ അവർ താൽക്കാലികമായെങ്കിലും നിരോധിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ നികുതിദായകർ നൽകുന്ന പണം സർക്കാരും സർക്കാരിന്റെ മന്ത്രിമാരും അവിടുത്തെ ആ മന്ത്രിമാരുടെ മക്കളും അനുഭവിച്ചു പോരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നികുതിദായകർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾക്ക് എല്ലാം നൽകുന്ന മന്ത്രിമാർ രാജ്യത്തിന് ആവശ്യമില്ല. അവർ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളൊരു ആവശ്യമാണ്. അതാണ് അഭിലാഷ്, ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അത് മാറ്റിയപ്പോൾ ഈ പ്രക്ഷോഭം അവസാനിക്കും എന്നൊക്കെ അവർ കരുതിയിരുന്നു. അല്ലെങ്കിൽ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഒരു ശ്രമം? പലയിടത്തും അഭിലാഷ് പറഞ്ഞതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പ്രക്ഷോഭം ആളിക്കത്തുകയാണല്ലോ. ഇന്നലത്തെ ആ ഒരു സമരം എന്ന് പറയുന്നത് വളരെ യുവാക്കളുടെ സമരമാണ്. അത് പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്. എന്നാൽ വിചാരിച്ചിടത്ത് നിന്നില്ല, അത് വലിയൊരു പ്രക്ഷോഭമായി മാറി. ഈ പ്രക്ഷോഭമായി മാറിയതോടെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഈ ആപ്പുകളെ ബാൻ ചെയ്ത നടപടി സർക്കാർ പിൻവലിച്ചു. എല്ലാ ആപ്പുകളും മണിക്കൂറുകൾക്ക് തന്നെ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ അവിടെയൊന്നും പ്രക്ഷോഭം അവസാനിച്ചില്ല. രാജ്യത്ത് വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത്. ഈ അഴിമതി മറച്ചു വെക്കാനുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിലൊന്നും തങ്ങൾ വഴങ്ങില്ല. ബാൻ ചെയ്ത ആപ്പുകൾ തിരിച്ചു കൊണ്ടുവന്നതിൽ പ്രക്ഷോഭം ഒതുങ്ങില്ല. എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോവുക, സർക്കാർ പിന്നോട്ട് പോവുക, അഴിമതി സർക്കാർ രാജ്യത്തിന് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ പ്രക്ഷോഭകർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 4 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത്. സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭകരെ ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ആ നീക്കം പരാജയപ്പെടുന്ന സ്ഥിതിയാണ് കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രക്ഷോഭകർ സൈന്യത്തിന് നേരെ കല്ലും മറ്റും ഉപയോഗിച്ച് അവരെ എറിയുന്നതും സൈന്യം പ്രക്ഷോഭകരിൽ നിന്ന് ഓടി ഒളിക്കുന്നതുമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത്. പ്രസിഡന്റിന്റെ വസതി അടക്കം അടിച്ചു തകർക്കുകയും അവിടെ തീവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലും സർക്കാരിന് ഒതുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു സമരമായി ഇത് മാറിയില്ല. പകരം കയ്യിൽ നിൽക്കാത്തൊരു സമരമായി മാറി. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ കവർ ചെയ്യുന്നുണ്ട്. UN-ഉം UK-യും അതുപോലെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്.
പ്രതികരിച്ച് രംഗത്തെത്തി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചെത്തി. ഇന്ത്യയിലെ നേപ്പാളിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ ഉത്തർപ്രദേശും ഡാർജിലിംഗും അടക്കമുള്ള പ്രദേശങ്ങളിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത ഇന്ത്യയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ KP ഒലി ശർമ്മ സർക്കാർ വളരെ ചെറിയ രീതിയിൽ നടത്തിയ ഒരു നീക്കം രാജ്യത്ത് പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ വാർത്താവിനിമയ മന്ത്രാലയവുമായി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പരാജയപ്പെട്ട 26 ആപ്പുകളെ ബാൻ ചെയ്ത ഒരു നടപടിയിൽ നിന്നാണ് ഇത്തരത്തിൽ രാജ്യത്ത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കലാപമായി അത് മാറിയത്. കാഠ്മണ്ഡുവിൽ നിരോധനാജ്ഞ നടക്കുകയാണ്. അവിടെ 4-5 പേരിൽ കൂടുതൽ കൂട്ടം കൂടിയാൽ കരുതൽ തടങ്കലിൽ അടയ്ക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ അത്തരം നടപടികൾക്കൊന്നും പ്രക്ഷോഭകരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശക്തിയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കാഠ്മണ്ഡുവിൽ തടിച്ചുകൂടി മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വീടുകൾ അതിക്രമിച്ചു കയറി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ സമീപം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ സൈന്യം വെടിവെച്ചു. 2 പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ വൈകുന്നേരം 6 മണിക്ക് ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രി KP ഒലി ശർമ്മ ദുബായിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ സർവകക്ഷി യോഗത്തിലൊന്നും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. KP ഒലി ശർമ്മ രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് വൈകിട്ടറിയാം. 5 മണി വരെയാണ് വോട്ടെടുപ്പ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. വിജയിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്ന് സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു. प्रतिपक्ष के जितने भी नेतागण हैं उन सबको धन्यवाद। सर कितने आश्वस्त हैं आप जीत को लेकर? पूरा हम तो इलेक्शन जीतने वाले हैं। और सर अंतरात्मा की बात आपने की है, क्या लगता है क्रॉस वोटिंग होगा? क्रॉस वोटिंग का शब्द आज तक मैं कभी इस्तेमाल कर नहीं। मैं सिर्फ अंतरात्मा की आवाज को जगाने के लिए कोशिश कर रहा था। I did not say there will be cross voting. I don't know what is cross voting. क्या कहेंगे सर? കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാകേഷ്, നമുക്കറിയാം NDAക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും ക്രോസ് വോട്ടിങ്ങിലും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലുമൊക്കെ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കേണ്ടതുണ്ട്? അശ്വതി, വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കാരണം 10 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവരൊക്കെ തന്നെ പിന്നീട് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ NDAക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്കോ അല്ലെങ്കിൽ അത്ഭുതത്തിനോ ഒന്നും തന്നെ സാധ്യത നിലവിലില്ല. 781 പേർക്കാണ്, 81 MP-മാർക്കാണ് വോട്ടവകാശമുള്ളത്. അതിൽ 769 പേർ വോട്ട് ചെയ്യാനെത്തും, 14 പേർ വിട്ടുനിൽക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 3 രാഷ്ട്രീയ പാർട്ടികൾ, 2 സ്വതന്ത്ര MP-മാർ. രാഷ്ട്രീയ പാർട്ടികളിൽ ബിജു ജനതാദൾ, അവർക്ക് 7 അംഗങ്ങളാണുള്ളത്. അവർ NDAയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയോ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകാനില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ BRS 4 അംഗങ്ങളാണ് അവർക്കുള്ളത്, 4 രാജ്യസഭാംഗങ്ങൾ. അവരും വോട്ട് ചെയ്യാനില്ല. അവർ ഉന്നയിക്കുന്ന വിഷയം മറ്റൊന്നാണ്. അതായത് തെലങ്കാനയിലെ കർഷകർ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു. അത് പരിഹരിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസോ കേന്ദ്രം ഭരിക്കുന്ന BJPയോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നില്ല. നോട്ട എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതിനാൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നില്ല പ്രഖ്യാപനമാണ് BRSന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശിരോമണി അകാലിദൾ പഞ്ചാബിൽ വലിയ പ്രളയത്തിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നു. കാരണം കേന്ദ്രവും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും പ്രളയം കെടുതി നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണമാണ് അകാലിദൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുകൂടാതെ പഞ്ചാബിൽ നിന്നുള്ള 2 MP-മാരാണ്, സ്വതന്ത്ര MP-മാർ കൂടി വോട്ട് ചെയ്യാനില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് അമർപാൽ സിംഗ്, അദ്ദേഹം അമൃത്പാൽ സിംഗ് നിലവിൽ ജയിലിലാണ് ഉള്ളത്. ഇത് കൂടാതെ സർബ്ജീത് സിംഗ് കൽസയും വോട്ട് ചെയ്യാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 14 പേരാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 767 ആയിരിക്കും ഇലക്ടറൽ കോളേജ്. അതിൽ എത്ര പേരുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് 2 മുന്നണികളും ഉറ്റുനോക്കുന്നത്. ഏതായാലും കണക്കുകൾ പ്രകാരം
NDAക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. കാരണം 425 അംഗങ്ങൾ NDAക്ക് മാത്രമായുണ്ട്. BJPയുടെ മാത്രം എടുക്കുകയാണെങ്കിൽ അത് 342 വരും. ഇത് കൂടാതെ 11 അംഗങ്ങളുള്ള YSR കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്നതോടുകൂടി NDAയുടെ അംഗബലം അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൂടുകയാണ്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അത് 324 മാത്രമാണ്. അതായത് ഒരു 100-ലധികം MP-മാരുടെ അധിക വോട്ടുകൾ സമാഹരിക്കാൻ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ സാധിക്കും. അങ്ങനെ ജയം ഉറപ്പാണെന്ന് NDA ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറവായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ധൻകർ കഴിഞ്ഞവണ വിജയിച്ചത് ഏതാണ്ട് 73% വോട്ട് നേടിക്കൊണ്ടാണ്. 525-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിച്ചിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്തവണ ഭൂരിപക്ഷം NDA സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറവായിരിക്കും. എങ്കിൽ പോലും 60% അടുത്ത് വോട്ട് ലഭിക്കുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് NDA ക്യാമ്പിനുള്ളത്. ഏതായാലും വോട്ടുകൾ ചോരാതിരിക്കാൻ, അസാധുവാകാതിരിക്കാനുള്ള നീക്കങ്ങൾ, ക്രോസ് വോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ രണ്ട് മുന്നണികളുടെയും ഭാഗത്തുനിന്ന് സജീവമായി നടന്നിട്ടുണ്ട്. ഏതായാലും 5 മണി വരെ വോട്ടെടുപ്പാണ്. 6 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിയോടുകൂടി ആരാണ് ഉപരാഷ്ട്രപതി എന്ന് അറിയാനും സാധിക്കും. അശ്വതി. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് ആദ്യമായി 10,000 രൂപ കടന്നു. ഒരു പവൻ 80,880 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവൻ സ്വർണം വാങ്ങാൻ ഉപഭോക്താവ് 90,000 രൂപയിലേറെ നൽകണം. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് തുടരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി പവന്റെ വില 80,000 കടന്ന് 80,880 രൂപയായി. ഒറ്റ ദിവസം കൊണ്ട് 1000 രൂപയാണ് പവന് കൂടിയത്. ഗ്രാമിന് വില ആദ്യമായി 10,000 പിന്നിട്ട് 10,110 രൂപയായി. രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ MCX-ൽ സർവകാല റെക്കോർഡിലാണ് 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില. 10 ഗ്രാമിന് 1,09,000 രൂപ. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ്. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം, US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളെല്ലാം സ്വർണ്ണവില കൂടാൻ കാരണമായി. സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരുമെന്നാണ് സൂചന. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവിലയും. $3,645 ഇന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില. $3,670 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ $3,700 കടന്ന് $3,800 എത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. വിവാഹ സീസൺ ആയതോടെ സ്വർണത്തിന് ആവശ്യക്കാരും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഉപഭോക്താവ് 90,000-ലേറെ രൂപ നൽകേണ്ടി വരും. 2022 ഡിസംബറിൽ ഗ്രാമിന് 5,005 രൂപയായിരുന്ന സ്വർണ്ണവിലയാണ് 3 വർഷത്തിനുള്ളിൽ ഇരട്ടിയായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP രംഗത്തു വന്നതോടെ ധർമ്മസ്ഥല കേസിൽ രാഷ്ട്രീയ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും പുനരന്വേഷണത്തിന് നിയമസഹായം നൽകുമെന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയുടെ പ്രഖ്യാപനം. അതിനിടെ ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സത്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനാഫ് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കം. ഏതായാലും കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും 13 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP എത്തുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഈ ഒരു സംഭവം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി കർണാടകയിൽ മാറിയിട്ടുണ്ട്. കാരണം ഈ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ തോതിൽ പ്രതിരോധവുമായി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്തെത്തിയത് BJPയാണ്. നിയമസഭയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്ഷേപം BJP ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ക്ഷേത്രത്തെ തകർക്കാൻ വിദേശ ഫണ്ട് ലഭിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വിജയേന്ദ്ര BJP സംസ്ഥാന അധ്യക്ഷൻ ഈ കുടുംബത്തെ കാണുന്നതും വൈകാരികമായ രംഗങ്ങൾക്കായിരുന്നു ഇവിടെ എത്തിയപ്പോൾ സാക്ഷ്യം വഹിച്ചത്. സൗജന്യയുടെ അമ്മ, അതോടൊപ്പം സഹോദരൻ ഇവരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഈ കേസിൽ 2023 ഇതിൽ പ്രതിയാക്കപ്പെട്ട ബെൽത്തങ്ങാടി പോലീസ് പ്രതിയാക്കപ്പെട്ട സുരേഷ് റാവുവിനെ കുറ്റവിമുക്തനാക്കുന്നത്. ഇതിൽ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ഇവർ ആവർത്തിച്ച് നേതാക്കളോട് വ്യക്തമാക്കി. ഈ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ പുനരന്വേഷണമായി പോവുകയാണെങ്കിൽ അതിൽ ചിലവ് ഉൾപ്പെടെ വഹിക്കാമെന്ന ഒരു ഉറപ്പും BJP സംസ്ഥാന അധ്യക്ഷൻ കുടുംബത്തിന് നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാലും ഈ SIT അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. BJP
സംസ്ഥാന അധ്യക്ഷന്റെ ഈ കൂടിക്കാഴ്ച എന്നതും ഇതിൽ വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ബംഗളഗുഡയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തു നിന്നും വിട്ടല ഹെഗഡെ എന്ന് പറയുന്ന അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തു നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടം ലഭിച്ച സാഹചര്യമുണ്ടായത്. ഈ പ്രദേശം കൂടുതൽ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും SIT ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ് ഉള്ളതും. ഇതിനിടയിലാണ് യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുമായ മനാഫിനെ SIT ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്നാലും SITയുടെ ചോദ്യം ചെയ്യൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യലെന്ന് മനാഫ് ഇന്ന് വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് മനാഫ് SITക്ക് മുന്നിൽ ഹാജരായത്. ഇന്നും മനാഫിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇന്നലെ 1 മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ്. അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ. നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെ എന്താവുള്ളൂ SITന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. 90 ദിവസം സമയമാണ് SITക്ക് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനുള്ളത്. ഏതായാലും 53 ദിവസമായിരിക്കുന്നു SIT അന്വേഷണം. ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രാവിലെ 9:30 തൃക്കാക്കര SHOയ്ക്ക് മുൻപാകെ വേടൻ ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് വേടന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് വേടൻ ഹാജരായിരിക്കുന്നത്. രാവിലെ 9:30 വേടൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇതിൽ മുൻകൂർ ജാമ്യം ഈ കേസിൽ വേടനെ കോടതി അനുവദിച്ചിട്ടുണ്ട്, ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. അത് കർശനമായ ഉപാധികളോടുകൂടിയാണ് ഈ കേസിൽ ജാമ്യം അനുവദിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ്. അതിൽ സെപ്റ്റംബർ 9 തീയതിയാണ് ഹാജരായിട്ടുള്ളത്. വേണ്ടി വന്നാൽ ഒരു ദിവസം കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ളൊരു സാഹചര്യമുണ്ടായാൽ, കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണം എന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് ഉണ്ട്. ഏതായാലും ഈ കേസിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കാരണം ഇത് ബലാത്സംഗ കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. പല കാര്യങ്ങളിലും ഈ ബ്രേക്കപ്പ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പല ബന്ധങ്ങളും അത് മുറിഞ്ഞു പോകുമ്പോൾ പിന്നീട് അത് പരാതികളായി വരുന്നത് അത് നീതീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള നിരീക്ഷണമടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എത്തണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. കോടതിയിൽ നടന്നപ്പോഴുള്ള വാദമുഖങ്ങൾ അവതരിപ്പിച്ച പല തെളിവുകളും, പ്രത്യേകിച്ച് വേടൻ ഈ ബന്ധങ്ങൾ കാര്യങ്ങൾ അത്തരം വാദമുഖങ്ങളിൽ ചില ഡിജിറ്റൽ തെളിവുകളടക്കം നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് ഇന്ന് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ അത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം പരാതിക്കാരിയായ നടി മാഫിയയുടെ നിയന്ത്രണത്തിലെന്നാണ് സനൽകുമാർ ശശിധരന്റെ ആരോപണം. നടിയെ നിയന്ത്രിക്കുന്നത് മാനേജർ ബിനീഷ് ചന്ദ്രനാണ്. നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നും സനൽ ആരോപിക്കുന്നു. തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിന്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്ക് മാത്രമല്ല, എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുത്ത് ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെട്ട് അകറ്റാൻ വേണ്ടി മാത്രം സെയിം രീതിയിലാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. കള്ളപ്പണ ഇടപാട് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ MLAയുമായ MC കമറുദ്ദീന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കമറുദ്ദീനെതിരെ ചുമത്തിയ കുറ്റം PMLA നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് കേസിൽ MC കമറുദ്ദീന്
കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ 110 ദിവസമായി കമറുദ്ദീൻ ജയിലിൽ തന്നെയാണ്. രണ്ടാം തവണയാണ് ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കമറുദ്ദീൻ ജയിലിലാകുന്നത്. നേരത്തെ ഉള്ള അറസ്റ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം മഞ്ചേശ്വരം മുൻ MLA ആയിരുന്നു. MLA സ്ഥാനം രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ ED നടത്തിയ അന്വേഷണത്തിലാണ്. കാരണം കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കമറുദ്ദീനെതിരെ 210ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പലതിനെയും കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ED അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ പുകോയത്തങ്ങളെയും MC കമറുദ്ദീനെയും ഇതുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ 110 ദിവസമായി തുടർച്ചയായി ജയിലിൽ കിടക്കുന്നു. നീതി നിഷേധമാണ്. മാത്രമല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ കമറുദ്ദീൻ ഇല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതോടെ EDയുടെ വാദം പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് EDക്ക് തിരിച്ചടിയാവുകയായിരുന്നു. കാരണം കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് എന്ത് സാഹചര്യത്തിലാണ് കള്ളപ്പണ ഇടപാട് കേസ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഒന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അതല്ലെങ്കിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് സ്വത്ത് സമ്പാദിച്ച കേസ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ കേസ്. ഇത്തരം കാര്യങ്ങളാണ് സാധാരണയായി കള്ളപ്പണ ഇടപാട് കേസിൽ അല്ലെങ്കിൽ PMLAയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് ഒരാളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം വാങ്ങിയത് സമയത്തിന് തിരികെ നൽകാനായില്ലെങ്കിൽ അത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വരുന്നത് എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും EDക്ക് തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കമറുദ്ദീൻ MLAക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്നും ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെയാണ്. എന്തായാലും കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകാനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയക്കരയിൽ ടോൾ പിരിവിന് ഏർപ്പെടുത്തിയ നിരോധനം തുടരും. തൃശൂർ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനായി ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. പ്രശ്നപരിഹാരത്തിന് ദേശീയപാത അതോറിറ്റി 15 ദിവസം കൂടി സാവകാശം തേടി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർ അടിയന്തരമായി ഓൺലൈനിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി പാലിയക്കര ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ടോൾ പിരിവ് മാത്രമേ നടക്കുന്നുള്ളൂ, ജനങ്ങൾക്ക് വേണ്ട സേവനം കൃത്യമായി നൽകുന്നില്ല എന്നൊരു നിരീക്ഷണമായിരുന്നു കോടതിയുടെ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് അതായത് ഇന്ന് വരെ നിർത്തിവെച്ചിരുന്ന ടോൾ പിരിവ് നാളത്തേക്ക് കൂടി മാറ്റിവെക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി ഈ കാര്യത്തിൽ 15 ദിവസത്തെ സാവകാശം നൽകണമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ദേശീയപാത വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇടപെടാത്ത സാഹചര്യമുള്ളതെന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. നിരന്തരം ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ നീളുന്ന ഈ പാലിയക്കര ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത കുരുക്കിനൊന്നും പരിഹാരമുണ്ടാകുന്നില്ല. ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇതിൽ എന്തുകൊണ്ടാണ് അടിയന്തര നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ള കാര്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. അതേസമയം സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നാണ് NHAI കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് ഇടക്കാല ഉത്തരവ് തിരുത്തണമെന്ന് NHAI കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായി നാളത്തേക്ക് കൂടി ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും. അടിയന്തരമായി ജില്ലാ കളക്ടർ കോടതിയിൽ ഓൺലൈനായി ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ വിവാദം. ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ചെന്നൈയിലേക്കാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എന്താണ് സംഭവിച്ചത്? ഹലോ, കേൾക്കാം ശശി, പറഞ്ഞോളൂ. അശ്വതി, ശബരിമലയിലെ ശ്രീകോവിലിനുള്ള ദ്വാരപാലക സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അത് പ്രധാനമായും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സ്പെഷ്യൽ കമ്മീഷനെ പോലും അറിയിക്കാതെ ഇത് ചെയ്തു എന്നുള്ളതാണ് വിവാദമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ശബരിമല ഇത്തരം പണികൾ നടക്കുമ്പോൾ അത് പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിലെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഒരു നിർദ്ദേശം കൂടിയുണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കാതെയാണ് ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലകം അത് സ്വർണ്ണ പാളി കൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ആ കേടുപാടുകൾ ഇത്തരം സംവിധാനങ്ങളൊന്നും അറിയിക്കാതെ, അതായത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാതെ ഈ പണികൾ അതൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്താനായി ചെന്നൈയിലേക്ക് കൊണ്ടുവന്നാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള തിരുവാഭരണ കമ്മീഷനും ഒപ്പം വിജിലൻസും ഒപ്പം ഉണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിന്റെ ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ സാധാരണ നിരീക്ഷണത്തിലുള്ള അതായത്
ദേവസ്വം ബോർഡിന്റെ കൃത്യമായി ദേവസ്വം ബോർഡ് ബെഞ്ചിലേക്ക് നിരീക്ഷണത്തിലുള്ള ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഹൈക്കോടതി അറിയണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉള്ളത്. പക്ഷേ അവരാരും അറിയാതെ ദേവസ്വം ബോർഡ് ഏകപക്ഷമായി ഇത്തരമൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കമ്മീഷനെ അറിയിക്കാതെ ചെയ്തു എന്നുള്ള സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാതെ ചെയ്തു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വിവാദമായിട്ടുമുണ്ട്. തിരുവിതാംകൂർ കമ്മീഷണറും വിജിലൻസും ഒപ്പം ഉണ്ടായിരുന്നു. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിഷയമാണ്. ദേവസ്വം ശനിവാരത്ത് നടക്കുന്ന ഏത് പണികളായാലും ശരി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കണമെന്നുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ളത്. കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ക്ഷേത്രമാണ്, അതിന്റെ അനുമതി വേണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പാലിക്കാതെ ചെയ്തു എന്നുള്ളതാണ് പ്രതിവാദം അറിയിക്കുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഓണക്കാലത്ത് റെക്കോർഡ് വരുമാനവുമായി KSRTC. ടിക്കറ്റ് വരുമാനം 10 കോടി രൂപ കവിഞ്ഞു. 10.13 കോടി രൂപയാണ് തിങ്കളാഴ്ച ലഭിച്ചത്. ആദ്യമായാണ് 20.74 കോടി രൂപയാണ് 11 ദിവസത്തെ വരുമാനം. മുൻവർഷത്തേക്കാൾ 78.67 കോടിയുടെ വർധനയുണ്ട്. അവിട്ടം ദിനത്തിൽ വിറ്റഴിച്ചത് 94.36 കോടിയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഇത് 65.25 കോടി രൂപയായിരുന്നു. മലപ്പുറം തിരൂരാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത്. കരുനാഗപ്പള്ളി, എടപ്പാൾ, തിരുവനന്തപുരം പവർ ഹൗസ്, കൊല്ലം, കാവനാട് എന്നിവിടങ്ങളിലാണ് വിൽപ്പനയിൽ തിരൂരിന് തൊട്ടു പിന്നിലുള്ളത്. നികുതി ഇനത്തിലും വൻ കുതിപ്പുണ്ടായി. 7,976.15 കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം ബെവ്കോ സർക്കാരിന് നൽകിയത്. കൺസ്യൂമർ ഫെഡിൽ ഓണക്കാലത്ത് 110 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നുവെന്ന ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി. ഓഗസ്റ്റ് മാസം ആകെ 250 കോടിയുടെ മദ്യം വിറ്റു. 3 ബിയർ യൂണിറ്റ് ഉൾപ്പെടെ 49 വിദേശ മദ്യ ഷോപ്പുകളിലൂടെയായിരുന്നു വിൽപ്പന. എക്സൈസ് വകുപ്പ് മന്ത്രി തള്ളിയതിനു ശേഷവും മദ്യം ഹോം ഡെലിവറി ചെയ്യണമെന്ന അഭിപ്രായം ആവർത്തിച്ച് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി. ഹോം ഡെലിവറി നല്ല കാര്യമാണെന്നും എന്നാൽ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും അവർ പറഞ്ഞു. ഡ്രൈ ഡേ വേണ്ടെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും അതിലും തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും ബെവ്കോ MD പ്രതികരിച്ചു. ഇപ്പോൾ ഇത് തത്കാലം ഇല്ല എന്നല്ലേ മന്ത്രി സർ പറഞ്ഞത്. ബേസിക്കലി എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഡ്രൈ ഡേയുടെ ആവശ്യമില്ല. ഇതൊരു ഓൾഡ് ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ തത്കാലം അതിനകത്ത് മാറ്റമില്ല. ലെറ്റ്സ് ഹോപ്പ് നെക്സ്റ്റ് ഇയർ മേ ബി അതിനകത്ത് മാറ്റം ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിനായി ഇന്ന് സമാപനം. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഘോഷയാത്ര കാണാനെത്തും. 59 ഫ്ലോട്ടുകളും 91 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഉണ്ടാകും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്പസമയത്തിനകം തുടങ്ങും. ജലഘോഷയാത്രയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മത്സര വള്ളംകളി. 51 പള്ളിയോടങ്ങളാണ് അതിൽ 51 പള്ളിയോടങ്ങൾ ജലഘോഷത്തിൽ പങ്കെടുക്കുന്നു. 50 വള്ളങ്ങൾ A, B ബാച്ചുകളിലായുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എത്രത്തോളം ആവേശത്തിലാണ് വള്ളംകളി ആരാധകർ? അശ്വതി, ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയം തന്നെ ആരംഭിക്കും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനമാണ് നടക്കുന്നത്. പൊതുസമ്മേളനത്തോടെ കഴിഞ്ഞു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മന്ത്രിമാരായ വീണ ജോർജ്, അതുപോലെ തന്നെ വാസവൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം സിനിമാ താരം ജയസൂര്യ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പൊതുസമ്മേളനം അല്പസമയം തന്നെ ഉദ്ഘാടനം ചെയ്യും. അതുമായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ജലഘോഷയാത്ര. അതായത് 51 കരകളിലെ പള്ളിയോടങ്ങൾ പമ്പയാറ്റിൽ അണിനിരന്നുകൊണ്ട് ആദ്യം ഒരു ജലഘോഷയാത്ര നടക്കും. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളികൾ നടക്കുക. അതിലും 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. A, B ബാച്ചുകളിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. എന്തായാലും ആറന്മുളയുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന, അതായത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ നടക്കുന്ന മത്സരങ്ങൾ പോലെ ഒരു മത്സര വള്ളംകളിക്കപ്പുറം ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി നടത്തുന്ന ഒരു വള്ളംകളിയാണ് ഉത്രട്ടാതി ജലമേള. അത് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പള്ളിയോടങ്ങളാണ് ഈ വള്ളങ്ങളെ പറയുന്നത്. വള്ളങ്ങൾ എന്നല്ല പറയുന്നത്, പള്ളിയോടങ്ങളാണ്. അത് ആറന്മുള പാർത്ഥസാരഥിയുടെ ഒരു ചൈതന്യം അതിനുണ്ട് എന്നുള്ള ആണ് ഈ ആറന്മുള നിവാസികൾ വിശ്വസിക്കുന്നത്. പ്രധാനമായും തിരുവോണ നാളിൽ, തിരുവോണത്തിനേക്കാൾ ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ് ഉത്രട്ടാതി. ഇന്ന് എന്തായാലും ഓണം അവസാനിക്കുന്ന ദിവസമാണ്.
അതിന്റെ ആവേശത്തിലാണ് വിവിധ സ്ഥലങ്ങളിലുള്ള ആറന്മുളയിൽ താമസിക്കുന്ന, ആറന്മുളയിൽ നിന്ന് വിട്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ പോലും വിദേശത്തുള്ളവർ പോലും ഇന്ന് ഈ വള്ളംകളി കാണാൻ സ്ഥലത്തെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ഉദ്ഘാടന സെക്ഷൻ കഴിയുന്നതിന് ശേഷം ഉടൻ തന്നെ വള്ളംകളി ആരംഭിക്കും. അതിനാദ്യം ജലഘോഷയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. A, B ബാച്ചുകളിലായി മത്സരങ്ങൾ ആരംഭിക്കും. തുടർച്ചയായി പല കരകളിൽ നിന്നുള്ള, അതായത് പല മേഖലകളിൽ നിന്നുള്ള വള്ളങ്ങൾ ഇപ്പൊ പമ്പയാറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ സത്രക്കടൽ, ആളന്മുള സത്രക്കടലിലാണ് ഇതിന്റെ ഉദ്ഘാടന സ്ഥലം നടക്കുന്നത്. ഇവിടെ നിന്നാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യ സെഷൻ എന്ന നിലയ്ക്ക് ഈ മത്സര വള്ളംകളിക്ക് മുമ്പായി ജലഘോഷയാത്രാ മന്ത്രി വീണ ജോർജും മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയത്തിനകം നിർവഹിക്കും. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വള്ളങ്ങളും ഓരോ സ്ഥലത്തുള്ള പള്ളിയോടങ്ങളും ഇപ്പോൾ ഈ പ്രദേശത്ത് പമ്പയാറ്റിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ടെങ്കിലും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. സെക്രട്ടറിക്കെതിരെയുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കാനും സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാനും ഔദ്യോഗിക വിഭാഗം നീക്കങ്ങൾ തുടരുകയാണ്. പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും CPM-നുമെതിരെ രൂക്ഷ വിമർശനം സമ്മേളനത്തിൽ ഉയരും. B. അശോകിനെ KTDFC ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടിക്ക് സ്റ്റേ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. ഇതോടെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B. അശോകിന് തുടരാനാകും. അശോക് നൽകിയ ഹർജി ചൊവ്വാഴ്ച വീണ്ടും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പരിഗണിക്കും. കേര പദ്ധതി വാർത്ത ചോർത്തൽ വിവാദത്തിന് പിന്നാലെയാണ് B. അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയത്. സംഘർഷം തുടരുന്ന നേപ്പാളിൽ കുടുങ്ങി മലയാളികൾ. മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി, അരീക്കോട് സ്വദേശികളായ 40ഓളം പേരാണ് കാഠ്മണ്ഡുവിനടുത്തുള്ള ഗോസാലയിൽ കുടുങ്ങിയത്. ഇന്നലെ പുലർച്ചെയാണ് സംഘം വിമാനമാർഗം നേപ്പാളിലേക്ക് എത്തിയത്. ഗുലാം നബി ആസാദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആസാദ്, അവിടെ നിന്നുള്ള എത്ര പേരാണ് ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയിരിക്കുന്നത്? കോഴിക്കോട് നിന്നുള്ള 40ഓളം പേരാണ് ഇപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ സംഘർഷത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നത്. അവർ സംഘർഷത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് അവർ വിമാനം ഇറങ്ങിയത് നേപ്പാളിൽ. എന്നാൽ ഇപ്പോൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെന്നാണ് അവർ നിലവിൽ നമുക്ക് അറിയുന്ന ലഭ്യമാവുന്ന വിവരം. അവര് ഇന്ന് പുലർച്ചെ അവിടെ എത്തി യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൽ സംഘർഷം ഉണ്ടായതോടെ ഗതാഗതം തടസ്സപ്പെടുകയും 40ഓളം വരുന്ന ആളുകൾ വെള്ളം പോലും ലഭിക്കാതെ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ നിലവിൽ ഈ സംഗതിയിലുള്ളത്. ഇവർ കോഴിക്കോടുള്ള ഒരു ട്രാവൽസിന്റെ യാത്രയിലാണ് ഇവർ നേപ്പാളിലേക്ക് പോയത്. ഇപ്പോഴും അവർ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ആസാദ്. വയനാട് തുരങ്കപാതയ്ക്കെതിരായ പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. ഹർജി നിലനിൽക്കുമോ എന്നതിൽ കോടതി തീരുമാനമെടുക്കും. സമാന വിഷയം മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതേ ബെഞ്ചിലേക്ക് വിഷയം വിടണോ എന്ന കാര്യവും പരിഗണിക്കും. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജിയിലാണ് തീരുമാനം. കൊച്ചിയിൽ MDMA-യുമായി ഡോക്ടർ പിടിയിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അംജദ് അഹസാൻ ആണ് പിടിയിലായത്. നോർത്ത് പറവൂർ സ്വദേശിയാണ്. 84 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടിച്ചത്. കോഴിക്കോട് ഓമശ്ശേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞയാൾ മരിച്ചു. കാരശ്ശേരി ഓടത്തെരുവ് സ്വദേശിയും ഓമശ്ശേരി കൂടത്തായിൽ താമസക്കാരനുമായ ജാബറാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. പാലക്കാട് തിരുവാഴിയോട് വാഹനാപകടം. ബൈക്കിന് പിന്നിൽ കാറിടിച്ചാണ് അപകടം. കുലുക്കലൂർ സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാൾ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു.
കൊല്ലം ശാസ്താംകോട്ടയിൽ സ്കൂൾ ബസ് സ്കൂട്ടറിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. ശാസ്താംകോട്ട ഭരണിക്കാവ് പുന്നമൂട് ജംഗ്ഷനിൽ രാവിലെയായിരുന്നു അപകടം. ജോലിക്ക് പോവുകയായിരുന്ന അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ദേഹത്തുകൂടി കയറിയിറങ്ങി. ശാസ്താംകോട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയാണ് അഞ്ജന. അടുത്ത മാസം 19-ന് വിവാഹം നടക്കാനിരിക്കെയാണ് ദാരുണമായ സംഭവം. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജയ്ഹിന്ദ് TV ന്യൂസ് ഇൻചാർജുമായ മാത്യു CR അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് പാറ്റൂർ പള്ളിയിൽ നടക്കും. കാസർഗോഡ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 15ഓളം കുട്ടികൾ ചികിത്സ തേടി. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു. പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നതോടെ ശേഷിച്ചവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകുകയായിരുന്നു. ഇത് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായതെന്നാണ് പരാതി. പഴകിയ ഷവർമയാണ് നൽകിയതെന്ന പരാതിയുണ്ട്. ബേക്കൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. കോട്ടയം വൈക്കത്ത് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ വിഷ്ണുവിനും കുടുംബത്തിനും വീടൊരുങ്ങുന്നു. മന്ത്രി VN വാസവന്റെ ഇടപെടലിനെ തുടർന്നാണ് വിഷ്ണുവിന് വീട് വയ്ക്കാൻ സ്ഥലം ലഭ്യമായത്. സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി തലയോലപ്പറമ്പ് സ്വദേശി ജെന്റിൽമാൻ ചിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ബാബു കേശവൻ 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. ചികിത്സ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാണാനെത്തിയപ്പോഴാണ് വിഷ്ണുവിന്റെ അവസ്ഥ മന്ത്രി VN വാസവൻ മനസ്സിലാക്കിയത്. കാലിന് താഴേക്കുള്ള ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ച് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വിഷ്ണു. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന് ഇന്ന് കൊടിയേറ്റം. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ UAE-ക്കെതിരെയാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 8,375, പവന് 67,000 രൂപ. വെള്ളി ഗ്രാമിന് 137, കിലോയ്ക്ക് 1,37,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.